ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ ഭ്രൂണം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. ട്രെയിനിന്റെ ശുചിമുറിയിലും രക്തം കണ്ടതായി ശുചീകരണ തൊഴിലാളികളുടെ മൊഴി. സംഭവത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, രക്തത്തിന്റെ പരിശോധന അടക്കമുള്ള കാര്യങ്ങളുമൊക്കെയായി കഴിഞ്ഞ ദിവസം നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. എന്താണ് പ്രാഥമികമായ വിലയിരുത്തലുകൾ? മധു, വ്യാഴാഴ്ച ആലപ്പുഴയിൽ യാത്ര അവസാനിപ്പിച്ച ധൻബാദ് എക്സ്പ്രസിന്റെ S3 കമ്പാർട്ട്മെന്റിലെ ശുചിമുറിയിൽ സമീപത്ത് നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഭ്രൂണം കണ്ടെത്തിയത്. തുടർന്ന് റെയിൽവേ പോലീസ് കേസെടുക്കുകയും ഇതിന്റെ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ശനിയാഴ്ച ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ ട്രെയിനിന്റെ S3 കമ്പാർട്ട്മെന്റിലെ 51, 52 സീറ്റുകളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ശുചീകരണ തൊഴിലാളികളുടെ മൊഴിയെടുത്തത്. അവരുടെ മൊഴി എന്ന് പറയുന്നത് ഈ ശുചിമുറിയിൽ രക്തക്കറ ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ചില അവസരങ്ങളിൽ അങ്ങനെ രക്തക്കറ ഉണ്ടാകാറുണ്ട് ശുചിമുറിയിൽ. അതുകൊണ്ട് കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്തത്. പിന്നീട് ഈ ഭ്രൂണം കണ്ടെത്തിയ സംഭവവുമായി ഇതായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് അതിനുള്ളൊരു സാധ്യത ഒരുപക്ഷെ ശുചിമുറിയിൽ വെച്ച് കുഞ്ഞിനെ പ്രസവിച്ച ശേഷം അല്ലെങ്കിൽ ഭ്രൂണം പ്രസവിച്ച ശേഷം അവിടെ തന്നെ ഉപേക്ഷിക്കുകയായിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. പരിശോധനയിൽ ഇത് മലയാളികളുടേതല്ല, ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തമിഴ്നാട് എന്നീ 2 സംസ്ഥാനങ്ങളിലെ സ്ത്രീകളെ ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ റെയിൽവേയിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന് ഈ യാത്രക്കാരുടെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതിന്നോ നാളെയോ ലഭിച്ചാൽ ഈ സംശയമുള്ള യുവതികളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം.